കേരളം പിടിക്കാൻ ബി.ജെ.പി ആകട്ടെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. 10 വർഷത്തെ ഇടത് ഭരണത്തിൽ ജനം വലഞ്ഞതിന്റെ ഉള്ളറകൾ പരിശോധിച്ചുകൊണ്ട് ശക്തമായൊരു പ്രചരണത്തിനാണ് ബി.ജെ.പി തയ്യാറെടുക്കുന്നത്. ഏതെങ്കിലും മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നതിനെക്കുറിച്ച് സസൂക്ഷ്മമായി തന്നെ നിരീക്ഷണം നടത്തി അതിലൊരു പഠനം നടത്തിക്കൊണ്ട് ഒടുവിലത്തെ പ്രചരണം അത് വലിയ രീതിയിൽ കൊഴുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ അണിയറയിൽ തന്നെ മെനയുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഓരോ സ്ഥാനാർത്ഥികളും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ, അതായത് അവർക്ക് എന്താണോ ആവശ്യം അത് കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ട് അത് പ്രായോഗികമാക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടെ അണിയറയിൽ നടക്കുന്നത്. അതേപോലെ തന്നെ ഇതോടുകൂടി തന്നെ കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കാൻ പാകത്തിനും ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തന രീതി അതിവിടെ എടുത്ത് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമായി മാറുന്നു. വികസിത കേരളം എന്ന ആ ഒരു ആപ്തവാക്യത്തിൽ തന്നെ ഊന്നിക്കൊണ്ടാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ ബി.ജെ.പി നേരിടാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെയും മണ്ഡലങ്ങൾ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം അവിടേക്കൊരു യാത്ര നടത്തിയിരുന്നു. അവിടുത്തെ ജനങ്ങളുമായി സംവദിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടെ അദ്ദേഹം വലിയ രീതിയിൽ ബോധവാനാവുകയും ചെയ്തിരുന്നു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ധൈര്യപൂർവ്വം അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇത്തരം ഒരു രീതി അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം ഓരോ ബി.ജെ.പി സ്ഥാനാർത്ഥിയും ഇവിടെ ചെയ്യണം അല്ലെങ്കിൽ കാണിക്കണമെന്ന ഒരു പാഠം കൂടെയാണ് അദ്ദേഹം ഇതിലൂടെ തന്നെ കാണിച്ചത്. അദ്ദേഹത്തിന്റെ ഈ യാത്രയിലുടനീളം തന്നെ ഇടത് സർക്കാരിന്റെ മനോഭാവത്തെ അദ്ദേഹത്തിന് വേഗത്തിൽ പഠിക്കാൻ സാധിക്കുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ പഠിക്കാൻ സാധിച്ചു എന്നതാണ് വസ്തുത. വെറും ചുവരെഴുത്തിലൂടെ മാത്രം ജനങ്ങളെ അറിയാതെ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ ബി.ജെ.പി നിർണ്ണയിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ഈ വേളയിൽ തന്നെയാണ് ഇത്തരം ഒരു രീതിയിലേക്കുള്ള വിലയിരുത്തൽ പുറത്തു വരുന്നത്. അതേസമയം ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും പ്രചരണത്തിന്റെ ഭാഗവും ഒക്കെയായി തന്നെ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എൻ.ഡി.യുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് രാവിലെ തന്നെ അവിടെ ചുവരെഴുത്തിലൂടെ തന്നെ തന്റെ ആദ്യ പ്രചരണത്തിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നയിക്കുന്ന എൻ.ഡി.എ മത്സരിക്കുന്നത് വെറും ഏതാനും സീറ്റുകൾ പിടിച്ചെടുക്കാനല്ല എന്നും മറിച്ച് സംസ്ഥാനത്തൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ രൂപീകരിക്കാനാണ് എന്നതായിരുന്നു ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. കേന്ദ്രത്തിലും കേരളത്തിലെയും സർക്കാരുകൾ ഒരേ രാഷ്ട്രീയ പക്ഷത്തായതിനാൽ മാത്രമേ സംസ്ഥാനത്തിന് യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നതായിരുന്നു അവർ ഇവിടെ വ്യക്തമാക്കിയതും. അതേസമയം പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എൻ.ഡി.യുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ട് ചുവരെഴുത്ത് പരിപാടിക്കിടെ സംസാരിക്കവെയാണ് അവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഓരോ നിയോജക മണ്ഡലത്തിലും പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും എല്ലാ സംവിധാനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകവും സംസ്ഥാന ഘടകവും കോർ ഗ്രൂപ്പ് സംവിധാനവും ഒക്കെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് ഓരോ വ്യക്തിയും എന്ത് ചെയ്യണമെന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും അതിനാൽ തന്നെ ഓരോ മണ്ഡലങ്ങളെയും അവിടുത്തെ സ്ഥാനാർത്ഥികളെ അഖിലേന്ത്യാ ഘടകം പ്രഖ്യാപിക്കുന്നത് അതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന തരത്തിൽ വാർത്തയൊന്നും തന്നെ നൽകരുതെന്നും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ജില്ലയ്ക്കും കാലത്തിനും ദേശത്തിനും അതീതമായി തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ജനങ്ങൾ ബി.ജെ.പിയുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നതാണ് ശോഭാ സുരേന്ദ്രൻ ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.